ഹലോ, വെൽക്കം ടു എസ്സാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പറഞ്ഞത് ഒമാനി ഹൽവയാണ്. ഒമാനി ഹൽവയുടെ പേര് പോലെ തന്നെ അറബ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൽവയാണ് ഈ ഒമാനി ഹൽവ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിലോട്ട് വേണ്ടി നമ്മൾ എടുക്കുന്നത് 2 കപ്പ് കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ജാഗരിയാണ്, ശർക്കര. അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും 2 കപ്പ് തന്നെയാണ് എടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയുടെ പൊടിയാണ്. പിന്നെ വേണ്ടതാണ് കുങ്കുമപ്പൂവ്, അത് വെള്ളത്തിലിട്ട് വെക്കണം. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിന് മെയിൻ സ്മെല്ലും ഫ്ലേവറും ഒക്കെ കൊടുക്കുന്നത് ഈ സാഫ്രോണാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് 2 കപ്പ് കോൺഫ്ലവറിലോട്ട് 4 കപ്പ് വെള്ളം ചേർത്ത്, സാദാ വെള്ളം ചേർത്ത് നന്നായി കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കണം. ഇനി അടുത്തത് കുക്കിംഗ് പ്രോസസ്സാണ്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ്. സ്റ്റിക്കിൻ്റെ പാനിലോട്ട് ആദ്യം തന്നെ ചേർക്കുന്നത് ശർക്കരയാണ്. ഞാൻ ഇവിടെ ശർക്കര പൊടി എടുത്തു എന്ന് മാത്രം. ഇപ്പോൾ ബ്രൗൺ ഷുഗറോ ഓർ സോളിഡ് ശർക്കര ആണെങ്കിലും ആദ്യം തന്നെ അത് കുറച്ച് വെള്ളത്തിൽ ചേർത്ത് നന്നായി ചൂടാക്കി എടുക്കണം. കല്ല് ഇല്ലാണ്ടിരിക്കാൻ ശർക്കര അരിക്കുന്നതും നല്ലതാണ്. ഇതെല്ലാം ചെയ്യേണ്ടത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ആയിരിക്കണം. ഹൈ ഫ്ലെയിമിലായാൽ ഇത് കരിഞ്ഞു പോവും, സ്മെല്ലും ടേസ്റ്റും എല്ലാം മാറും. ശർക്കര എല്ലാം മെൽട്ടായതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് കോൺഫ്ലവറിൻ്റെ മിക്സാണ്. കോൺഫ്ലവറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ആയതുകൊണ്ട് തന്നെ നെയ്യ് ഭയങ്കര പ്രധാനമാണ് ഇതിലോട്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 6 kg നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് തിക്കായി വന്നാൽ അതിലോട്ട് 6 kg നെയ്യും അതേപോലെ തന്നെ സാഫ്രോണിൻ്റെ മിക്സും കൂടി ആഡ് ചെയ്യണം. സാഫ്രോൺ മിക്സ് ആഡ് ചെയ്യുമ്പോഴാണ് നല്ല സ്മെല്ല് വരുന്നത്. അപ്പോഴാണ് ശരിക്കും ഒമാനി ഹൽവയുടെ സ്മെല്ല് വരുന്നത്. ആ ടൈമിലാണ്. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സ് എല്ലാം ആഡ് ചെയ്യാം. ഞാൻ ഇതിലോട്ട് കാഷ്യൂനട്ടും അതേപോലെ തന്നെ വെള്ള എള്ളുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വെള്ള എള്ള് പ്രധാനമാണ് ഈ ഒരു ഒമാനി ഹൽവക്ക്. കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഈ ഒരു പ്രിപ്പറേഷന്. അതുപോലെ തന്നെ നെയ്യും ഓരോ ടീസ്പൂണായിട്ട് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എത്രത്തോളം നെയ്യ് ആഡ് ചെയ്യുന്നോ അത്രത്തോളം രുചിയും കൂടും. അങ്ങനെ നമ്മൾ ഒമാനി ഹൽവ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എനിക്കിതിൽ മെയിനായിട്ട് തോന്നിയിട്ടുള്ള അതിൻ്റെ അട്രാക്റ്റീവ് സ്മെല്ലാണ്. അടിപൊളി സ്മെല്ലാണ്, സാഫ്രോണിൻ്റെ സ്മെല്ലാണ് വരുന്നത്. എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. പിന്നെ ഹെൽത്ത് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലതാണ്. ഇതിലോട്ട് നമ്മൾ വൈറ്റ് ഷുഗർ അല്ല ആഡ് ചെയ്യുന്നത്, ശർക്കര. അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നട്ട്സും നന്നായിട്ട് തന്നെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് വൈസ് എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ടാറ്റാ, ബൈ.